സങ്കീർത്തനം 89:20. ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി, വിശുദ്ധ തൈലം കൊണ്ട് ഞാൻ അവനെ അഭിഷേകം ചെയ്തു. ജസയുടെ 8 മക്കളിൽ ഏറ്റവും ഇളയവനെ, ആടുമേയ്ക്കുന്നവനെ, അപ്പൻ്റെ മുൻപിൽ പോലും കഴിവില്ലെന്ന് പ്രഖ്യാപിച്ചവനെ ദൈവം തെരഞ്ഞെടുത്തു. കാരണം മനുഷ്യൻ ഭാഗ്യരൂപങ്ങൾ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. പാണാടൻ വർഗീസ് റോസ ദമ്പതികളുടെ 5 മക്കളിൽ ഇളയവനായി ഞാൻ 1971 ജനുവരി 17 ജന്മം കൊണ്ടു. 53 വയസ്സ് പൂർത്തിയാക്കുന്നു ഇന്ന്. ഞാൻ ദുർഭകനായ മനുഷ്യൻ. ഒരുപാട് കുറവുകളുണ്ടായിട്ടും എന്നെ വഴി നടത്തിയത് നിന്റെ അനുഗ്രഹീതമായ പൗരോഹിത്യത്തിൽ പങ്കുപറ്റിച്ചത് നിന്റെ മാത്രം കൃപയാണ് ദൈവമേ. കർത്താവാണെൻ്റെ ഇടയൻ, എനിക്കൊന്നിനും നീ കുറവ് വരുത്തിയിട്ടില്ല. പച്ചയായ പുൽത്തകിടിയിൽ എന്നെ ചേർത്ത് പിടിക്കുന്ന നിന്റെ സ്നേഹം വഴിയായി ഒരു കുറവും വരുത്താതെ നീ എന്നെ വഴി നടത്തി. എത്രയോ രഹസ്യവും പരസ്യവുമായ അപകടങ്ങളിൽ നിന്ന് നീ എന്നെ താങ്ങി. നിന്റെ അതിമനോഹരമായ പൗരോഹിത്യത്തിൽ പങ്കുചേർത്ത് 2000-ഓളം കുടുംബങ്ങളുള്ള വലിയ ഇടവകയായ ചാലക്കുടി സെന്റ് മേരീസ് ഇടവക ദേവാലയത്തിലെ അതിപ്രധാനമായ തീരുമാനങ്ങളിൽ നേതൃത്വം വഹിക്കാൻ കഴിഞ്ഞ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ബാലപാഠങ്ങൾ തുടങ്ങി ഇന്ന് ബസവനഗർ കഗദാസപുര സെന്റ് മേരീസ് ഇടവക ദേവാലയത്തിലെ വികാരിയായിട്ട് സേവനം ചെയ്യുന്ന അതിമനോഹരമായ സൗഭാഗ്യകരമായ ഒരവസ്ഥയിൽ എത്തി നിൽക്കുന്നു. 8 വർഷങ്ങൾ പിന്നിട്ടു. 9-ാം വർഷത്തിലൂടെയാണ് നിങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും ആത്മീയ ശുശ്രൂഷ ചെയ്യാനും എനിക്ക് കൃപ കിട്ടിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ഈ വർഷം. ഇതുപോലെ അനുഗ്രഹീതമായ മറ്റൊരിടവക ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നെനിക്ക് സംശയമാണ്. ഒരിടയൻ്റെ കീഴിൽ ഒരുമയോടെ നീങ്ങുന്ന അതിമനോഹരമായ കഴിവുകളുള്ള, പ്രവർത്തന പരിചയങ്ങളുള്ള, വലിയ ഉദ്യോഗങ്ങളിൽ വിരാജിക്കുന്ന, ആത്മസമർപ്പണ ബോധമുള്ള, ഉദാര മനസ്സുള്ള, ദൈവത്തെയും മനുഷ്യരെയും സ്നേഹിക്കുന്ന ഒരു കൂട്ടായ്മയിൽ 70% പേരെങ്കിലും അതിമനോഹരമായി ഇടവകയെ ഹൃദയത്തിൽ ചേർത്ത് നിർത്തുന്ന, കണ്ണിനും ഹൃദയത്തിനും കുളിർമയേകുന്ന അനുഭവമുള്ള ഇടവക. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിർലോഭമായ സഹകരണം നൽകുന്നവർ, ഭവനങ്ങൾ പോലും പണയപ്പെടുത്തി ദേവാലയ നിർമ്മാണത്തിന് വേണ്ടി പണം തരാമെന്ന് പറഞ്ഞവർ, താലിമാല വിറ്റ് ദേവാലയ നിർമ്മാണത്തിന് സംഭാവന ചെയ്തവർ, വിദ്യാലയ നിർമ്മാണത്തിന് വേണ്ടി ഭവനം പണയപ്പെടുത്തിയ 6 കുടുംബങ്ങൾ, വിശ്വാസ പരിശീലനത്തിന് വേണ്ടി എത്ര വേണമെങ്കിലും പണം ചിലവഴിക്കാൻ വികാരിച്ചന് സ്വാതന്ത്ര്യം നൽകുന്നവർ, 5 വീടുകളിൽ വിശ്വാസ പരിശീലനത്തിന് വേണ്ടി ഭവനങ്ങൾ വിട്ടുതന്നവർ, അച്ഛന്മാരെ സ്വന്തം ഭവനങ്ങളിൽ താമസിപ്പിച്ച് മക്കളുടെ കാര്യങ്ങൾ നോക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നതിൽ അഭിമാനം കൊള്ളുന്നവർ. ഇതിൻ്റെ ആരംഭം മുതൽ 8 വർഷത്തിലധികമായി നിങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിയുക എന്നത് അതിമനോഹരമായ അസുലഭമായ നിമിഷമായി ഞാൻ കരുതുന്നു.
നിങ്ങളുടെ നല്ല മനസ്സുകൾക്ക് ദൈവത്തിന് മുമ്പിൽ നന്ദി പറയുന്നു. ഇടവക എൻ്റെ വധുവാണ്, നിങ്ങൾ എൻ്റെ മക്കളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ആത്മീയ ശുശ്രൂഷയിൽ ഞാൻ ഒരു കുറവും വരുത്തിയിട്ടില്ല എന്നാണ് എൻ്റെ ബോധ്യം. എൻ്റെ മുഴുവൻ സമയവും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഓരോ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഞാൻ കുർബാനയിൽ പ്രാർത്ഥിക്കുന്നു, മാധ്യസ്ഥം വഹിക്കുന്നു. നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളും നടന്നു പോകുന്നത് കാണാൻ ആശങ്കയോടുകൂടിയാണെങ്കിലും നിങ്ങളെക്കാൾ അധികമായി ഞാൻ കാത്തു നിൽക്കുന്നു. നിങ്ങളുടെ ദുഃഖങ്ങൾ എൻ്റെയും ദുഃഖങ്ങളായി ഞാൻ നെഞ്ചിലേറ്റി. നിങ്ങളുടെ സന്തോഷങ്ങളിൽ പൂർണ്ണ സമയം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ച് നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ ഞാൻ ശ്രമിച്ചു. ഇടവകയിലെ ഏതെങ്കിലും അംഗങ്ങൾ മരണവഴി വേർപ്പെടുമ്പോൾ നിങ്ങളെക്കാൾ കൂടുതലായി മാനസിക വ്യതയിൽ ഞാൻ പെട്ടുപോയിട്ടുണ്ട്. അതിൽ കുറവ് വന്ന പങ്കാളിത്തങ്ങളിൽ ധാർമ്മിക രോഷത്തോടെ നിങ്ങളെ ഞാൻ തിരുത്തിയിട്ടുണ്ട്. ഈ ഇടവകയ്ക്ക് വേണ്ടിയുള്ള എൻ്റെ വലിയ സമർപ്പണത്തിൽ ചിലപ്പോഴൊക്കെ ആശങ്കകളിലൂടെയും മനോവേദനകളിലൂടെയും കടന്നുപോയി എൻ്റെ ആരോഗ്യം വരെ നശിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ബലിയർപ്പണത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങളാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. നിങ്ങൾക്ക് വേണ്ടിയുള്ള ആത്മസമർപ്പണത്തിൽ എൻ്റെ കുടുംബത്തെ പോലും ഞാൻ മറന്നുപോയിട്ടുണ്ട്. ഈ 8 വർഷങ്ങൾ പിന്നിടുമ്പോൾ 3 പ്രാവശ്യം മാത്രമേ എൻ്റെ ഉറ്റവരെ ഞാൻ സന്ദർശിച്ചിട്ടുള്ളൂ. ക്രൈസ്റ്റ് അക്കാഡമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോയിലെ 750ഓളം കുട്ടികളും 50ഓളം സ്റ്റാഫും അവരുടെ വലിയ വളർച്ചയെപ്പറ്റി ഈറ്റുനോവ് അനുഭവിക്കുന്നവനാണ് ഞാൻ. എനിക്ക് ഏറ്റവും ആവേശം തരുന്ന മിനിസ്ട്രി വിശ്വാസ പരിശീലനമായിരുന്നു, പരിശീലനമാണ്, അതായിരിക്കുകയും ചെയ്യും. നിങ്ങളെല്ലാവരെയും നിങ്ങളുടെ വലിയ മനസ്സുകളെയും ഞാൻ നമ്മുടെ കർത്താവിന് സമർപ്പിക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ദേവാലയങ്ങൾക്ക് ഇനി വരാനിരിക്കുന്ന കാലങ്ങളിൽ മറ്റു സമൂഹത്തിൽ വലിയ പ്രസക്തി ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ ദിവ്യകാരുണ്യത്തിൽ നിന്നും ശക്തി ശേഖരിച്ച് ആ ശക്തി ജീവകാരുണ്യമായി നമ്മുടെ ചുറ്റുപാടുമുള്ള നാനാജാതി മതസ്ഥരുടെ പാവപ്പെട്ട മനുഷ്യരിലേക്ക് നമ്മുടെ കരങ്ങളിലൂടെ നീട്ടപ്പെടുമ്പോൾ മാത്രമേ ദേവാലയം ഉയർന്ന ദർശന ഭവനമായി, ബസ്രൗമയായി, ദൈവം അമർത്തിക്കുലുക്കി നിറച്ചളന്ന് തന്ന ഒരു ജനതയാണ് നിങ്ങൾ. നിങ്ങൾക്ക് കുറവുകൾ ഉണ്ടായിട്ട് പോലും നിങ്ങൾ ഉദാര മനസ്സോടെ സംഭാവന ചെയ്തിട്ടുണ്ട്. ഇല്ലാത്തവൻ പോലും ധാരാളമായി കൊടുത്തിട്ടും നിങ്ങൾക്ക് എന്തിനും ഏതെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ? ദൈവം നിങ്ങൾക്ക് അമർത്തിക്കുലുക്കി നിറച്ചളന്ന് തന്നിട്ടില്ലേ തിരികെ? ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും വിശ്വാസ പരിശീലനത്തിലും സമൂഹ നിർമ്മിതിയിലും ഇടവക തുടങ്ങിയ കാലഘട്ടം മുതൽ സ്വന്തമായി സ്ഥലങ്ങൾ ഇല്ലാതിരുന്നിട്ടും ദേവാലയം ഇല്ലാതിരുന്നിട്ടും നിങ്ങൾ മാതൃക കാണിച്ചിട്ടുണ്ട്. ബാംഗ്ലൂരിലെ മറ്റു പല ഇടവകളെയും അതിശയിപ്പിക്കുന്ന തരത്തിൽ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുമ്പോൾ വലിയൊരു പ്രതിസന്ധിയെ
നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. നമ്മുടെ വിദ്യാലയ നിർമ്മാണം നടക്കുന്നു. സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന സമയമാണ്. മാനസിക വ്യതയിലൂടെ ഉഴലുമ്പോൾ എൻ്റെ ആരോഗ്യം പോലും നശിപ്പിക്കപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇതും കർത്താവിനുള്ള, ഈ സമൂഹത്തിന് വേണ്ടിയുള്ള എൻ്റെ ബലിയാണെന്നറിയാം. ദൈവം അമർത്തി കുലുക്കി നിറച്ചളന്ന് തന്നതിൻ്റെ ഒരംശമെങ്കിലും നിങ്ങൾക്ക് കഴിയുന്നതിൻ്റെ പരമാവധി നിങ്ങൾക്ക് വേദനിക്കുവോളം ഈ സംരംഭത്തിന് വേണ്ടി ഇടവകയിലെ 1252 പേരും സംഭാവന ചെയ്യണമെന്ന് ഈ അവസരത്തിൽ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എനിക്കറിയാം, ഞാൻ ഒരുപാട് കുറവുകളുള്ളവനാണ്. നിങ്ങളുടെ മനസ്സിനൊത്ത് ഞാൻ ചിലപ്പോൾ ഉയർന്നിട്ടുണ്ടാകില്ല. നിങ്ങളുടെ മനസ്സിനൊത്ത് ഞാൻ ചിലപ്പോൾ പ്രവർത്തിച്ചിട്ടുണ്ടാകില്ല. ചില വാക്കുകൾ അറിയാതെ നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടാകും. എല്ലാത്തിനും ഈ ജന്മദിനത്തിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഇന്ന് ജന്മദിനാശംസകൾ നേരുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത ഒരുപാട് പേരുണ്ട്. വ്യക്തിപരമായ ഗ്രൂപ്പുകളിലും എനിക്ക് വേണ്ടി ജന്മദിനത്തിൻ്റെ ആശംസകൾ അറിയിച്ച നിങ്ങളെല്ലാവരെയും ഇന്നും ഇനിയുള്ള ദിവസങ്ങളിലും പ്രാർത്ഥനയിൽ ഞാൻ സ്മരിക്കും. കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ കിട്ടിയ അനുഗ്രഹീതമായ ഈ കടന്നുപോയ വർഷങ്ങൾക്കും കർത്താവിന് നന്ദി പറയുന്നു. എൻ്റെ കുറവുകളെ മുഴുവൻ ഈശോയെ നല്ലിടയനായ നിന്റെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ജനത്തിനു വേണ്ടി ഉരുകി തീർന്ന് ഇല്ലാതായി മാറാൻ നീ എനിക്ക് കൃപ തരണമേ.